ഹലോ, എല്ലാവർക്കും നോമ്പ് സീസണൊക്കെ തുടങ്ങിയില്ലേ? അപ്പോൾ ദാ കുട്ടികൾക്കായിട്ട് ഒരു സ്പെഷ്യൽ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു 2 പൊട്ടറ്റോ, അത്യാവശ്യം വലിപ്പമുള്ള 2 പൊട്ടറ്റോ പുഴുങ്ങി അതിനൊരു ഗ്ലാസ് വെച്ച് നന്നായി ഉടച്ചെടുത്തതാണ്. അപ്പോൾ പൊട്ടറ്റോ സ്മാഷറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ ചെറുതായി എരിഞ്ഞ മല്ലിയിലും മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. അതേ നമ്മുടെ പൊട്ടറ്റോനെ ഇതേപോലെ ഒരു ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. കണ്ട പുറം ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണില്ലേ? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുട്ടയ്ക്ക് പകരം നമ്മൾ കോൺഫ്ലവറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മുട്ട എടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ പ്യുവർ വെജായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കോൺഫ്ലവർ എടുത്തേക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു പിസ്സ ചീസാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ബർഗറിൻ്റെ കൂടെയൊക്കെ വെക്കുന്ന ചീസില്ലേ, അതൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തി കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോനെ നമ്മൾ ഇതേപോലെ ചെറിയ ബോൾ ഷേപ്പാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ച് പരത്തി ഒരു കുഴി പോലെ ആക്കി എടുത്തിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് ചീസില്ലേ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും നമുക്ക് ബോൾ ഷേപ്പിൽ സെറ്റാക്കാം. കണ്ടാ ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാത്തിനും ഇതേപോലെ സെയിമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, സുഡുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ ഇതെങ്ങനെയാണ് ആൻറ്റി ഉണ്ടാക്കിയത്, സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ കമൻറ്റ്സ് വന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കൂടി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാത്തിനെയും നമ്മൾ ചീസൊക്കെ ഉള്ളിൽ വെച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലോർ ഇല്ലേ അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രബ്സിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പം ബ്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ റസ്ക് പൊടി ആയാലും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടോ, ബാക്കി എല്ലാത്തിനും ഇതേപോലെ തന്നെ നമ്മൾ മുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്തിട്ടൊന്ന് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ ഇതേപോലെ ബ്രെഡ് ക്രബ്സിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും. ആ ചീസൊന്ന് മെൽറ്റ് ആവാനുള്ള കുറച്ച് സമയം കൊടുക്കുക. അതേപോലെ തന്നെ ആ പുറം ഭാഗം ഒന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ. അപ്പോൾ പതുക്കെ മറിച്ചിടാം, പൊട്ടിപ്പോവാതൊക്കെ. അപ്പോൾ ഇത് കുറേ നേരം കിടന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടറ്റോ ഒന്ന് നൈസായിട്ട് ആ ചീസൊക്കെ പൊട്ടിയിട്ട് സൈഡൊന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ പൊട്ടറ്റോൻ്റെ. അപ്പോൾ ഒരു സൈഡ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡും വേഗം മറിച്ചിട്ട് വേഗം കോരിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടി. ഇതിഞ്ഞ് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ കൊതിമൂത്ത് കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ട ശരിക്കും നമ്മുടെ ചീസൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ നല്ല പോലെ വലിഞ്ഞു വരുന്നുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല ക്രീമി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ച് നോക്കി കഴിഞ്ഞാൽ അത് എത്രത്തോളം ടേസ്റ്റ് ആണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ എന്ന് എഴുതി കഴിഞ്ഞാലും ടേസ്റ്റിന് യാതൊരു വിട്ടുവീഴ്ചയില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഞാനും ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ മയോനൈസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് സൂപ്പറാണ്.